ഇന്ന് ITC 10%, ഗോഡ്ഫ്രൈ ഫിലിപ്പ് 18%-മാണ് താഴോട്ട് വീണിട്ടുള്ളത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ ഗവൺമെൻറ് ഇന്നലെ രാത്രി സിഗരറ്റ് ഐറ്റംസിന്, ടൊബാക്കോ ഐറ്റംസിന് നന്നായിട്ട് എക്സൈസ് ഡ്യൂട്ടി നന്നായിട്ട് കൂട്ടിയതാണ്. ഏകദേശം 40%-മാണ് ഇതിൻ്റെ ഹൈക്ക് വരുന്നത്. അപ്പോൾ ആ ഒരു ന്യൂസ് ബേസ്ഡ് ആയിട്ടാണ് സ്റ്റോക്കുകൾ ഇത്രയും താഴോട്ട് വീണിട്ടുള്ളത്. ITC അതിൻ്റെ 52 വീക്സിലും താഴെയാണ് കിടക്കുന്നത്. 52 വീക്സ് ലോയിലാണ് ITC കിടക്കുന്നുള്ളത്. ഏകദേശം 50,000-ഓളം കോടി മാർക്കറ്റ് ക്യാപിറ്റലാണ് ഇന്ന് ITCയിൽ നിന്നും വാനിഷ് ആയിട്ടുള്ളത്. പക്ഷേ ITC എന്ന് പറയുന്ന സ്റ്റോക്ക് വെറും സിഗരറ്റിൽ മാത്രം നിൽക്കുന്ന സ്റ്റോക്ക് അല്ല എന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഒരു FMCG സെക്ടറിലുള്ള സ്റ്റോക്കാണ്. അതിൽ നിങ്ങൾ വാങ്ങിക്കുന്ന വീട്ടിലേക്ക് വാങ്ങിക്കുന്ന ഐറ്റംസ് ഒരുപാട് അവർ സെല് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ക്ലാസ്മേറ്റ്സ് പോലെയുള്ള പുസ്തകങ്ങൾ അവരുടെ ബ്രാൻഡാണ്. അപ്പോൾ വളരെ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള പോർട്ട്ഫോളിയോ ഉള്ള, അതല്ലെങ്കിൽ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ലിസ്റ്റുള്ള ഒരു കമ്പനിയാണ് ഈ ITC എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ITCയുടെ ഈ ഫാളിൽ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളത് ലോങ് ടേമിലേക്ക് ഡിവിഡൻറ്റിന് വേണ്ടിയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾ അതിന് ചൂസ് ചെയ്യുന്ന ഒരു സ്റ്റോക്ക് കൂടിയാണ് ITC എന്ന് പറയുന്നത്. ലോങ് ടേമിൽ ചെറുതായിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരുപാട് കാലം 200, 150, 200 റേഞ്ചിൽ കിടന്നായിരുന്നു. പെട്ടെന്ന് 400 റേഞ്ചിലേക്ക് ആ സ്റ്റോക്ക് മൂവ് ചെയ്തു. ആ ഒരു പാറ്റേൺ ആണ് ഇത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. അപ്പോൾ ലോങ് ടേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത ആളുകൾക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത വാല്യുവേഷനിൽ ഡിവിഡൻഡൊക്കെ കിട്ടുന്ന ഒരു സ്റ്റോക്ക് തന്നെയാണ്. അതിൽ കാര്യമായിട്ട് പേടിക്കേണ്ട ഒരു ആവശ്യമൊന്നും എനിക്ക് കാണുന്നില്ല. മറ്റൊരു കാര്യം, സിഗരറ്റിനും ടൊബാക്കോക്കും എക്സൈസ് ഡ്യൂട്ടി കൂട്ടിയാൽ ആളുകൾ വലി നിർത്തി ഈ കമ്പനികളൊക്കെ നഷ്ടത്തിലാവുമെന്നാണ് പല ആൾക്കാരുടെയും വിചാരം. പക്ഷേ അതിനുള്ള സാധ്യത വളരെ കുറവാണ്. ഈ സിഗരറ്റും മദ്യവും എത്ര വില കൂടിയാലും അത് വാങ്ങുന്നവർക്കും വലിക്കുന്നവർക്കും അതുപോലെ കുടിക്കുന്നവർക്കും നിർത്താൻ പറ്റില്ല എന്നതാണ് ഒരു വസ്തുത. ഒരു പാക്കറ്റ് 555 ഇല്ല. അയ്യോ, 555 കാണുമോ? അതുമില്ല. ഒരു പാക്കറ്റ് സിംഗിൾ 5 വാങ്ങി വെച്ചൂടോ? ശ്രമിക്കാം. അടച്ചിട്ട് മണൽ വരാൻ പോടെ ഇറക്കാം. അപ്പോൾ കാര്യമായിട്ട് അവരുടെ സെയിൽസിന് ആദ്യം കുറച്ച് ദിവസങ്ങൾ ചിലപ്പോൾ ഏതെങ്കിലും തരത്തിൽ ബാധിച്ചാൽ പോലും അത് പൊതുവെ ആളുകൾ ആ ഒരു പ്രൈസിലേക്ക് അഡ്ജസ്റ്റഡ് ആയി മാറും. അതാണ് ഇതിൻ്റെ ഒരു സൈക്കോളജി എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞ പോലെ മദ്യത്തിന് വില കൂട്ടിയതുകൊണ്ട് ആരും മദ്യം കുടി നിർത്തുന്നില്ല. പകരം നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വീട്ടിലേക്ക് ചിലവിന് കൊടുക്കുന്ന പൈസ കുറയും എന്നതാണ്. അപ്പോൾ സെയിം സംഭവം, അത് ഒരു ഫാക്റ്റാണത്. അപ്പോൾ പുകവലി ആരും നിർത്താനൊന്നും പോകുന്നില്ല. വലിക്കുന്ന ആളുകൾ കാര്യമായിട്ട് കുറച്ച് ദിവസം ചിലപ്പോൾ കുറച്ചൊന്നും വരും. പക്ഷേ അവർക്കത് ഒരുപാട് കാലം അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റില്ല. വീണ്ടും അതിൻ്റെ വലി കൂടി തുടങ്ങിക്കോളും. വീണ്ടും കമ്പനിയുടെ സെയിൽസൊക്കെ പഴയതുപോലെയാവും. അപ്പോൾ ലോങ് ടേമിൽ ഇതിനെയൊന്നും ബാധിക്കുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഡിവിഡൻറ്റിന് വേണ്ടിയും അതല്ലെങ്കിൽ ലോങ് ടേമിലേക്കൊക്കെ ചെറുതായിട്ടൊക്കെ ഹോൾഡ് ചെയ്യുന്നവർ ഈ ഒരു സെൽ ഓഫിലൊന്നും പാനിക് ആകേണ്ട കാര്യമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ, താങ്ക് യു.